നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഓശാനയാണ്, അടുത്തത് ഞായറാഴ്ച ഉയർപ്പാണ്. ഈ 7 ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ദിവസങ്ങളാണ്. കർത്താവ് തൻ്റെ പീഡാനുഭവ വേളയിലെ ഉറങ്ങുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത് ഇന്ന് നമ്മളോട് കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്കുകൾ ദൈവജനത്തോട് ഇന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥന, ഒരുപാട് പ്രായശ്ചിത്തം, ഒരുപാട് നവീകരണം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സിറോ മലബാർ സഭ വയനാട്ടിലെ കുടിയേറി പാർത്ത നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ എല്ലാം ഇന്നത്തെ ഈ തിരുക്കർമ്മ വേളയിൽ എൻ്റെ മനസ്സിനെ മതിക്കുന്ന, എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യനേക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിൽ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇത്രയ്ക്ക് പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ മനസ്സിൽ പ്രലോഭനം തോന്നുന്നുണ്ട്. ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിലെ പൊലിഞ്ഞുപോയ പാവപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖം ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിലെ സിറോ മലബാർ സഭ ഏറ്റെടുക്കുന്നതായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നഷ്ടപ്പെട്ട ജീവിതങ്ങൾ വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ദൂരവ്യാപകമാണ്. അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിൽ തിരുക്കർമ്മങ്ങൾ നടവയലിൽ ആരംഭിക്കുമ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കണം കൂടുതൽ. നമ്മുടെ മനുഷ്യർ കടന്നു പോകുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടാൻ സർക്കാരുകളുടെ പരിശ്രമം, സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരിശ്രമം, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകണം. മരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഭയ്ക്കുള്ള അടുപ്പവും അവരുടെ മരണത്തിലുള്ള അനുശോചനവും ഞാനിവിടെ പരസ്യമായിട്ട് അറിയിക്കുകയാണ്. ദൈവം ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. കർത്താവ് പറഞ്ഞു, എനിക്ക് ആഘോഷമായിട്ട് ജെറൂസലേമിലേക്ക് പോകണം. ശിഷ്യന്മാർക്ക് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞു, കാലഘട്ടവും സാഹചര്യവും നിനക്ക് അനുകൂലമല്ല, നിന്നെ കാത്തിരിക്കുകയാണ് ശത്രുക്കൾ. അതുകൊണ്ട് നീ ഇപ്പം അങ്ങോട്ട് പോകുന്നത് കൂടുതൽ അപകടമാണ്. 2, നീ ആഘോഷമായിട്ട് പോകണമെന്ന് പറയുമ്പോൾ നിനക്ക് സാമ്പത്തികമില്ല. നീ അപ്പം വർദ്ധിപ്പിച്ചത് തന്നെ ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് 2 അപ്പം കടം വാങ്ങിച്ചിട്ടാണ്. അതുകൊണ്ട് അനുകൂലമായിട്ടൊരു സാഹചര്യമല്ല. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടപ്പെട്ടതായിട്ട് കാണും. ആ കഴുതയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ മുകളിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല. നിങ്ങളതിനെ അഴിക്കണം. തർക്കം പറഞ്ഞ ആരെങ്കിലും വന്നാൽ, ഉടമസ്ഥൻ വന്നാലേ നിങ്ങൾ പറയണം, കർത്താവിന് അതിനെക്കൊണ്ട്
ഒരുപക്ഷെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ മുഴുവൻ താക്കോൽ വചനം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ദിവസം നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്ന അതാണ്. നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. കർത്താവ് നമ്മെ അഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, കർത്താവിനെ പോകാൻ നീ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക. ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത എൻ്റെ മുൻപിലും നിങ്ങളുടെ മുൻപിലും വെക്കുന്ന ഒരു പ്രത്യേക വെല്ലുവിളിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ കുർബാന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് ടെലിവിഷൻ കണ്ട് നാട്ടിലെല്ലാവരെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയേണ്ടവരല്ല. കർത്താവിന് പോകേണ്ട ഒരുപാട് ദൂരങ്ങളിലേക്ക് കർത്താവിനെ സംവഹിക്കാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, 56 വയസ്സിൽ നമ്മുടെ അധ്യാപകർ റിട്ടയർ ചെയ്യാണ്, നല്ലൊരു തുക പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അതിനൊക്കെ അവർ അർഹരാണ് കേട്ടാ, അത് കൊടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. പക്ഷെ 56 വയസ്സെന്ന് പറയുന്നത് ജീവിതത്തിന്റെ നടുക്കഷ്ണമാണ്. നിങ്ങൾ വെറുതെ ഇരിക്കാനുള്ളവരല്ല. നിങ്ങൾ കർത്താവിൻ്റെ വഴികളിലൂടെ കർത്താവിന് യാത്ര ചെയ്യാൻ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ടാലന്റുകൾ അത് കൊടുക്കണം. ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത ഞാനല്ലേ അത്, നിങ്ങൾ ഓരോരുത്തരും അല്ലേ അത്. കർത്താവിന്റെ അവസാന പ്രദർശനം ഓല വാങ്ങിച്ച് ഈ പള്ളിക്ക് ചുറ്റും നടത്തുമ്പോൾ നമ്മുടെ ചെവികളിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ പെസഹ വ്യാഴാഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട്, എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത്? കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ഒരു കുടം വെള്ളവുമായിട്ട് ഒരു വീട്ടിൽ കയറുന്നത് കാണും, നിങ്ങൾ കൂടെ ചെല്ലണം. വിശാലവും അലങ്കൃതവുമായിട്ടുള്ള ഒരു വീട്. നിങ്ങൾ അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കണം, കർത്താവിൻ്റെ പെസഹ ആഘോഷിക്കാൻ കർത്താവിന് ഇടമില്ല, ഈ ഇടം തരുന്നു. അവൻ കൊടുത്ത ഇടമാണ് കർത്താവ് അന്ത്യത്താഴം നടത്തിയ പെസഹ വീട്. ഞാൻ സഹോദരങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോടൊക്കെ കർത്താവ് സഹയാത്രികനാണ്, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങോട്ടാ പോകുന്നേ? അവർ പറഞ്ഞു, ജെറൂസലേമിൽ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഏക വിജാതീയൻ നീയാണ്. സുരക്ഷിതത്വം തേടി വിട്ടുപോകുന്നവരുടെ കൂട്ടത്തില് നമ്മൾ ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ടിരിക്കുക. സുരക്ഷിതത്വം നോക്കുക. സുരക്ഷിതത്വത്തെ ബലി കഴിച്ച് കാട് കയറി നാടാക്കിയവരാണ് നമ്മുടെ കാരണവന്മാരെ കാട് കയറി നാടാക്കിയവരാണ്. അവരുടെ തലമുറ ഇന്ന് കടല് കടന്ന് നാട് വിട്ടുപോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നില്ല. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത, ആരും വേണ്ടതുപോലെ ഉപയോഗിക്കാത്ത കഴിവുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറേ കൂടെ മുമ്പിൽ വെല്ലുവിളികളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ കുടിയേറ്റക്കാരായിട്ടുള്ള നിങ്ങളുടെ കാരണവന്മാരുടെ 10-1 ധൈര്യവും കഠിനാധ്വാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാടിനെ ഇനിയും ഒരുപാട് ശുശ്രൂഷകളിലൂടെ വളർത്താൻ കഴിയുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് കൃഷി വേണ്ട, കഠിനാധ്വാനം വേണ്ട, സ്വിച്ചിട്ടാൽ പണം കിട്ടുന്ന എന്തെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ
അതോ നോക്കിപ്പോകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മാറാൻ പറ്റും. പെസഹായുടെ തിരുനാൾ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയത്ത് പട്ടാളക്കാർ കർത്താവിനോട് ചോദിച്ചൊരു വെല്ലുവിളിയുണ്ട്. നീ ലാസറിനെ ഉയർപ്പിച്ചവനാണ്, നീ ശതാധിപന്റെ മകൻ ഉയർപ്പിച്ചവനാണ്, നീ പലർക്ക് രോഗശാന്തി കൊടുത്തവനാണ്. എന്തുകൊണ്ട് കുരിശിൽ നിന്ന് ഇറങ്ങി വരാത്തത്? നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാലേ ഈ ജനം മുഴുവൻ സഹനമില്ലാത്ത വിജയത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ ആലോചിക്കണം. സഹനങ്ങളില്ലാത്ത, വേദനയില്ലാത്ത ഒരു ലോകം, കഷ്ടപ്പാടുകളില്ലാതെ എല്ലാം നമുക്ക് എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നൊരു കാലാവസ്ഥ, പറ്റുന്ന ഒരു സംസ്കാരം, അതിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോയി. അതുകൊണ്ട് സഹനമില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതത്തെ സ്വപ്നം കാണുന്ന ഇന്നത്തെ ലോകത്തിൽ സഹനം വിലപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് പെസഹ തിരുനാള് നമ്മെ വിളിക്കുന്നത്. ഇന്ന് മക്കളെ സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല. കാരണം പിള്ളേർ കൂടിയാൽ പണി കൂടും. പണ്ട് മക്കളോട് ഭ്രാന്തമായ അടുപ്പം കാണിച്ച മാതാപിതാക്കളുണ്ട്. ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് കരത്തെ പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മയുടെ സന്മനസ് കൊണ്ടാണ് 10ാമത്തെ ഞാൻ ജനിച്ചത്. അമ്മയുടെ സന്മനസ് കൊണ്ടാണ് ഈ 10ാമത്തെ ഞാൻ ജനിച്ചത്. നന്ദിയുണ്ട്. എത്ര ജനിക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് സന്തോഷത്തോടുകൂടി പെസഹായിലെ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കാൻ ഒന്നിച്ചിരിക്കുന്നത്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, കർത്താവ് 2 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യും. പിന്നെ കർത്താവ് അത് ചെയ്തിട്ടില്ല, നമ്മളത് തുടരുകയാണ്. സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ട് ആദാമിനോടും ഹവ്വായോടും പറഞ്ഞു, ഇനി ഞാൻ ചെയ്യില്ല, നിങ്ങൾ വർദ്ധിച്ച് ഭൂമി കീഴടക്കുകയും മക്കള് ദൈവത്തിന്റെ സൃഷ്ടികർമ്മം തുടരാനുള്ള ദൈവത്തിന്റെ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. അവിടെ എണ്ണം നോക്കി, സൗകര്യം നോക്കി വേണ്ടെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന അപകടം പിടിച്ചൊരു പ്രവണത ഈ ദുഃഖവെള്ളിയാഴ്ചകളിലെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മ ഏറ്റവും കംഫർട്ടബിൾ ആക്കാൻ, ഏറ്റവും സൗകര്യപ്രദമാക്കാൻ, ഏറ്റവും നമുക്ക് അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്ന ഒരു നിലപാട്, അത് ദൈവം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ആരും കയറിയിട്ടില്ലാത്തൊരു കഴുത ഞാനാണ്. എന്നെ കർത്താവിന് ആവശ്യമാണ്. നമ്മൾ ഓശാനയിൽ നിന്ന് പെസഹായിൽ നിന്ന് ദുഃഖവെള്ളിയിലേക്കൊക്കെ കടക്കും. ഇതെല്ലാം കൊണ്ടും ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ, എനിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് വെറുതെ ഒരു അനുസ്മരണമാണ്. നമ്മുടെ കുർബാനയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്നറിയാമോ? അപ്പം വാഴ്ത്തുമ്പോൾ അത് കർത്താവിൻ്റെ ശരീരമായിട്ട്, അപ്പം വാഴ്ത്തുമ്പോൾ ശരീരമാണ്, പാനപാത്രം വാഴ്ത്തുമ്പോൾ രക്തമാകുന്നു. നിങ്ങളത് സ്വീകരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന കിടപ്പറയും കട്ടിലും പറുദീസ തോട്ടമാണ്. അവിടെ പിശാചുണ്ട്. ഹവ്വായെ പറ്റിച്ച പിശാച് അവിടെയുണ്ട്. മക്കൾ വേണ്ട, മക്കൾ കൂടിയ കുഴപ്പമാണ്, നീ സൂക്ഷിച്ചേക്കണം പറയാനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പെസഹ നൽകുന്ന ഒരു ചക്രവാളമുണ്ട്. അത് ദുഃഖവെള്ളിയാഴ്ചയുടെ ചക്രവാളമാണ്.
ആ ചക്രവാളം കടക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് ഉത്ഥാന പെരുന്നാൾ. സഹനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്ഥാനത്തിന്റെ സമാധാനം ആഘോഷിക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, കുരിശിന്റെ താഴെ നിന്നൊരു അമ്മയുണ്ട്. ഇത്ര മനോഹരമായിട്ടൊരു ചിത്രമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ അമ്മ കുരിശിന്റെ താഴെ നിന്ന് അവൻ മരിച്ച പാടുകൾ ഊരിയെടുത്തിട്ട് അമ്മയുടെ മടിയിലാണ് അവന്റെ ദേഹം കിടത്തിയത്. വ്യാകുലയായ അമ്മ. ആ അമ്മയാണ് അവസാനത്തെ ചുംബനം കൊടുത്തിട്ട് പട്ടിൽ പൊതിഞ്ഞ് അവനെ കല്ലറയിലേക്ക് കൊടുത്തത്. സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളാണ് വഴികാട്ടുന്നത്. കർത്താവിൻ്റെ കല്ലറ തേടി വന്നത് ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ്. ഉത്ഥാനം ചെയ്യുമെന്നുള്ള വിചാരത്തിൽ വന്നതല്ല, കൊടുത്തത് പോരാ എന്നുള്ള തോന്നലിൽ വന്നവരാണ്. ഞങ്ങൾ കൊടുത്തത് പോരാ എന്ന് തോന്നിയത് വന്നതാണ്. സാപത്തായതുകൊണ്ട് ഞങ്ങൾ വെച്ച സുഗന്ധദ്രവ്യങ്ങൾ ആവശ്യത്തിനായില്ലെന്ന് തോന്നിയത് കൊണ്ട് എനിക്ക് സ്ത്രീകളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്ന അമ്മമാർക്ക് വലിയ പങ്കുണ്ട്. അമ്മമാർക്ക് വലിയ പങ്കുണ്ട്. അമ്മമാരെ ആ ദൗത്യം നിർവഹിക്കാൻ ചങ്കൂറ്റത്തോടുകൂടെ മുന്നോട്ട് വരണം. അപ്പന്മാരും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യം ഏറ്റെടുക്കണം. അങ്ങനെ ഈ പെസഹ ഏറ്റവും അനുഗ്രഹീതമാക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. പിതാവ് പ്രാർത്ഥിക്കുന്നു. പിതാവിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചിക്കുന്നു. പിതാവ് ഏറ്റെടുത്ത ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കാൻ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം.